ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഓഫ് റോഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്തവണ കാണാൻ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് പാൽക്കുളമേടാണ്. പാൽക്കുളമേട് നമ്മുടെ ഒരുപാട് നാളത്തെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ കാണാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലുള്ള പാൽക്കുളമേടാണ്. നമുക്ക് പാൽക്കുളമേടോട്ടുള്ള യാത്ര ആരംഭിക്കാം. നമ്മുടെ ഈ ട്രിപ്പിലുള്ളത് ഏകദേശം 7 വെഹിക്കിൾസാണ്. പുതിയ 2 താറ്, പഴയ ഒരു താറ്, പിന്നെ മഹീന്ദ്രയുടെ അർമദ MM550, പിന്നെ പജീറോ, പിന്നെ ജിപ്സി. പാൽക്കുളമേട് എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 1200ഓളം മീറ്റർ ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ്. ചെറുതൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ നമ്മൾ പോയത് മണിയറൻകുടി എന്ന് പറയുന്ന റൂട്ട് വഴിയുള്ള ഓഫ് റോഡ് വഴിയാണ് നമ്മൾ പോയത്. പിന്നെ ഇതൊരു വളർന്നു വരുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഒരു പാൽക്കുളമേട് എന്ന് പറയുന്നൊരു സ്ഥലം. പിന്നെ കൂടാതെ നമ്മൾ ഹൈ റേഞ്ച് കയറി തുടങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി കയറ്റമാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തൊടുപുഴ വഴിയാണ് പോയത്. അപ്പോൾ ഒരുപാട് നല്ല കയറ്റമുണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്നവർ ശ്രദ്ധിക്കുക, കയറ്റം കയറുന്നതിന് മുമ്പ് താഴെയുള്ളൊരു പമ്പാണ് നമുക്ക് ഫ്യൂൽ അടിക്കാൻ പറ്റുന്നൊരു പമ്പ്. അവിടെ കയറി ഫ്യൂൽ അടിച്ചിട്ട് മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഹാഫ് ടാങ്ക് ഡീസൽ അടിച്ചു. 92 ലിറ്ററാണ് പജീറോയുടെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി. നമ്മൾ ഏകദേശം ഒരു 42 ലിറ്റർ അടിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഒരു 8-10 ലിറ്റർ ഡീസൽ ഓൾറെഡി ഉണ്ടായിരുന്നു വണ്ടിക്കത്. ഇത് നമ്മൾ പതുക്കെ നമ്മുടെ ഓഫ് റോഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മളങ്ങനെ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചേലച്ചുവട് എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തി. ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് എന്ന് പറയുന്നത് നട്ട്മക് വാലി എന്ന് പറയുന്ന കഞ്ഞിക്കുഴിയിലുള്ള ഒരു റിസോർട്ടിലാണ് നമ്മുടെ സ്റ്റേ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ റിസോർട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണ് പാൽക്കുളമേടിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട്. മയത്തിലേക്ക് കഴിക്കണ അപ്പോൾ നമ്മളെല്ലാവരും റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. റിസോർട്ടിൽ നമ്മുടെ റൂംസ് എല്ലാം അലോക്കേറ്റഡായി. നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷായി. ശരത്ത് അവൻ്റെ അർമ്മതയ്ക്കകത്ത് എപ്പോഴും അവനാണ് റിക്കവറി സെറ്റപ്പ് കൊണ്ടുവരുന്നത് കൂടുതലും. അപ്പം ശരത്തിൻ്റെ റിക്കവറി എക്യുപ്മെൻറ്റ്സും ടൂളൊക്കെ അവനടുത്ത് ഒന്നിട്ടൊന്ന് ഉഷാറാക്കി വെക്കുകയാണ്. നമ്മൾ പാൽക്കുളമേട് ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് പതുക്കെ പാൽക്കുളമേടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ അവിടെ നല്ലൊരു ലഞ്ചും കാരണമൊക്കെ നമുക്കുണ്ടായിരുന്നു. നല്ല ഫുഡും കാരണമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മുടെ പാൽക്കുളമേട് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ തിരിച്ചിരിക്കുകയാണ്. നമ്മൾ കോൺവോയ് ആയിട്ട് പതുക്കെ എല്ലാ വെഹിക്കിൾസും പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും പാൽക്കുളമേടിലേക്കുള്ള ഒരു എൻട്രി ഫോറസ്റ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 2 മാസമായിട്ടേ ഉള്ളൂ ഈ പാൽക്കുളമേട് ഓപ്പണായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരുപാട് ടൂറിസ്റ്റുകളും ഒരുപാട് ഇതുപോലെ ഓഫ് റോഡിങ് ക്ലബ്ബുകളൊക്കെ പാൽക്കുളമേട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വൈകിട്ടാണ് പാൽക്കുളമേട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം. വൈകിട്ട് സൺസെറ്റായി കാണാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണ് ഈ പാൽക്കുളമേട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ വിചാരിച്ച അത്രയും ഒരു
ഹാർഡ് കോർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്ട്രഗിളിംഗ് ആയിട്ടുള്ളതായിട്ടുള്ള ഒരു ഓഫ് റോഡ് ടാസ്കുകളും നമുക്ക് പാൽക്കുളമേട് പോയപ്പം ഇല്ലായിരുന്നു. ഒന്ന് രണ്ട് ചെറിയ സ്ഥലത്ത് മാത്രമേ നമുക്ക് 4 ലോ എൻഗേജ് ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ. അതും നമുക്ക് 4H തന്നെ കയറി പോകുന്ന ടെറൻ തന്നെയായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ പാൽക്കുളമേട് എത്തിയതുകൊണ്ട് നമുക്ക് 4 ഇടാനുള്ളൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടും വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ 4 ലോ ഇട്ട് ഒന്ന് രണ്ട് ചെറിയ ടെറൈനൊക്കെ നമ്മൾ കയറി. പക്ഷേ നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും പാൽക്കുളമേട് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിലും വേണമെങ്കിൽ പോകാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ഹെയർ പിൻ ബെൻഡുകളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഓപ്പോസിറ്റ് വാഹനം വരികയാണെങ്കിൽ തന്നെ ഒതുക്കാനുള്ള ചെറിയ സ്ഥലവും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കിയും കണ്ടും പതുക്കെ പോയാൽ ഒരു പ്രശ്നമില്ലാതെ സേഫായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാൽക്കുളമേട്. പ്രത്യേകിച്ചും ഒരു ഓഫ് റോഡ് വാഹനത്തിൽ പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അല്ലാതുള്ള വാഹനത്തിൽ പോകുന്നത് ചിലപ്പോൾ റിസ്ക്കി ആയിരിക്കാം. മഴ കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ അത് റിസ്ക്കി ആയിരിക്കാം. എപ്പോഴും പ്രിഫേർഡ് ആയിട്ടുള്ളത് ഒരു 4 വീലർ ഡ്രൈവ് വെഹിക്കിളിൽ പോകുന്നത് തന്നെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും നമ്മുടെ MM550യുടെ അടിയിലുള്ള ചെറിയ ഒരു നട്ടിന് ചെറിയൊരു ലൂസായിട്ടിരിപ്പുണ്ടായിരുന്നു. അതൊരു സ്റ്റിയറിംഗ് റോഡിനുമായിട്ട് കണക്ഷനുള്ള ചെറിയൊരു നട്ടാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു ടൈറ്റനിങ് പരിപാടി അവിടെ അരങ്ങേറി. പക്ഷെ അടുത്ത് നേരത്തെ ഞാൻ കാണിച്ച ടൂൾസൊക്കെ എടുത്ത് വെച്ച് നട്ട് ടൈറ്റാക്കുന്ന പരിപാടിയിലാണ്. അങ്ങനെ പാൽക്കുളമേട് ടോപ്പ് എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെല്ലാ വണ്ടികളും ജസ്റ്റ് ഒന്ന് ലൈനപ്പ് ചെയ്ത് ഡ്രോൺ ഷൂട്ടും പരിപാടിയിലേക്ക് നിർത്തും. അതിൻ്റെ ഡ്രോൺ ഷൂട്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ പതുക്കെ പാൽക്കുളമേട് ടോപ്പിലേക്ക് കയറുകയാണ്. ചെറിയൊരു ഓഫ് റോഡ് ട്രാക്ക് കിട്ടി. അതുവഴി ജസ്റ്റ് 4 ലോ ഇട്ട് എല്ലാവരും വണ്ടി കയറ്റി. അപ്പോൾ നമ്മളിനി മേളിലെത്തിയിട്ടുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ പാൽക്കുളമേട് ടോപ്പിലെത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയൊരു സമയം എന്ന് വെച്ചാൽ മഴ പെയ്യാൻ പോകുന്ന തരത്തിലുള്ളൊരു ക്ലൈമറ്റായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ നമുക്ക് മഴയും കിട്ടി, അതിനുശേഷം സൺസെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് സൺസെറ്റും കിട്ടി. അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായി. അങ്ങനെ നമ്മൾ വണ്ടികളെല്ലാം ജസ്റ്റ് ഒന്ന് ലൈനപ്പ് ആയി ഇട്ടു. നമ്മുടെ റിസോർട്ടിൽ നിന്ന് നമുക്ക് വഴി കാണിച്ചു തരാൻ 2 പയ്യന്മാർ നമ്മളിവിടെ വന്നിരുന്നു. ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റായിരുന്നു. നമുക്കതുപോലെ ഫോട്ടോ എടുക്കാനും പറ്റിയ അന്യായ ലാൻഡ്സ്കേപ്പുമായിരുന്നു. നമ്മളെ കൂടാതെ വേറെ ഒരുപാട് ആൾക്കാരൊന്നും കൂടി ഇല്ലായിരുന്നു. ആകെ 1-2 പയ്യന്മാർ മാത്രമേ ഉള്ളായിരുന്നു. ശരത്ത് അവൻ്റെ അർബതയായിട്ട് ജസ്റ്റ് കുറച്ച് മുകളിലേക്ക് ചെറിയൊരു ട്രാക്ക് കണ്ടു. അപ്പോൾ ട്രാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വണ്ടി പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഡ്രോൺ ഷൂട്ടാണ്. നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ മഴ പെയ്തതിന് ശേഷം നമുക്ക് ഡ്രോൺ ഷൂട്ട് എടുക്കാം, അതല്ലെങ്കിൽ അതിന് മുന്നേ എടുക്കാമെന്നൊക്കെയുള്ള പ്ലാനും ഫോട്ടോഗ്രാഫിയൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ലിറ്ററലി എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റായിരുന്നു നിങ്ങൾ ഈ കാണുന്നതെല്ലാം. ശരത്ത് അവിടെ അർമ്മതയായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാക്കിൻ്റെ മാക്സിമം തന്നെ അവൻ അർമ്മത ഓടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം അവിടെ നിന്ന് പതുക്കെ തിരിച്ച് ഇറങ്ങുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അവിടെ തന്നെ വണ്ടി തിരിച്ച് ആശാൻ പതുക്കെ തിരിച്ച് ഇതായിട്ട് ഇറങ്ങിയാണ്.
അപ്പോൾ നമുക്കിനി ഡ്രോൺ ഷോട്ട് എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ജസ്റ്റ് വണ്ടികളൊക്കെ ഒന്ന് ലൈനപ്പ് ആക്കിയിടണം. ആ ഒരു മലകളിലേക്ക് കയറുന്ന ആ ഒരു ട്രാക്കിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മൾ വണ്ടികളെല്ലാം ഒന്ന് ലൈനപ്പ് ആക്കിയിടുന്നതാണ് അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി. വണ്ടികളെല്ലാം ലൈനപ്പ് ആയി കഴിഞ്ഞ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അടിപൊളി ഒരു മഴ നമുക്ക് കിട്ടി. നല്ല അടിപൊളിയായിട്ട് പെയ്ത കുറച്ച് നേരം നീണ്ടു നിന്നൊരു മഴയായിരുന്നു. മഴയ്ക്ക് ശേഷം കുറച്ചുകൂടെ അങ്ങ് പച്ചപ്പായി. ഇത് നമ്മൾ ആ ടവറിനപ്പുറത്തേക്കുള്ള ഒരു ചെറിയൊരു സ്ഥലത്ത് നമ്മൾ വെഹിക്കിളെല്ലാം ജസ്റ്റ് ഒന്ന് കയറ്റിയാണ്. അവിടെ നിന്ന് നമുക്ക് ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാനായിട്ടുള്ളൊരു പ്ലാനാണ്. നല്ല ഇടിയോട് കൂടി അടിപൊളി മഴയായിരുന്നു. പക്ഷേ എല്ലാവർക്കും കുടയും കാരനെ കൊണ്ടുവന്നപ്പോൾ മഴയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. എന്നിട്ട് നമ്മൾ പതുക്കെ വണ്ടികളൊക്കെ അടുത്തൊരു ലൊക്കേഷനിലോട്ട് മാറ്റിയിട്ടിട്ട് കുറച്ച് ഡ്രോൺ ഷൂട്ടും കാറിലേക്ക് എടുക്കാനായിട്ടുള്ള പരിപാടിയാണ്. കല്ല് വെച്ചിട്ടുണ്ട്. ബാക്കിലോട്ട് പോയിട്ടോ? ഒരു ചെറിയ കേറിക്കോ. ശരത്ത് നീ പറ. ഒരു പൊടിക്കൂടെ. നമ്മളപ്പോൾ പാൽക്കുളമേടാണ്. പാൽക്കുളമേട് ഒരു അടിപൊളി ഓഫ് റോഡ് ലൊക്കേഷനാണ് നമ്മളുള്ളത്. എക്സ്ട്രീം ടോപ്പ് ലൊക്കേഷനാണ്, വെഹിക്കിൾ അക്സസബിൾ ആയിട്ടുള്ള വളരെ ടോപ്പ് ലൊക്കേഷനാണ് നമ്മളിപ്പോൾ ഉള്ളത്. എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത്, ചെറിയൊരു മഴയുള്ള സമയത്ത് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ഏകദേശം ഒരു 6-7 വണ്ടികളുണ്ട്. എല്ലാ വണ്ടികളും എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി പെർഫോംഡ് വെൽ. നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സൂപ്പർ ലൊക്കേഷനാണ്. അപ്പോൾ നമ്മളിവിടെ സൺസെറ്റൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മുടെ ഫുൾ ഗ്യാങ് ഈസ് ഹിയർ. ഓക്കെ, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളി മഴയ്ക്ക് ശേഷം അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള സൺസെറ്റിൻ്റെ വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. 2 കാര്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മുടെ വണ്ടികളെല്ലാം നിരത്തി അവിടെ ഇട്ടിരിക്കുകയാണ്. സൺസെറ്റും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പതുക്കെ തിരിച്ചു നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന യാത്രയായിരുന്നു. ഈ ഒരു വ്യൂ ഒരിക്കലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. അപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പതുക്കെ റിസോർട്ടിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് രാത്രി അവിടെ ഡിന്നറുണ്ട്, അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാൽക്കുളമേടിൻ്റെ ഒരു വീഡിയോ.
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു. നമുക്ക് വിചാരിച്ച ഓഫ് റോഡും സംഭവം ഒന്നും കിട്ടിയിരുന്നില്ല. എന്നാലും അടിപൊളി ഒരു ലൊക്കേഷനാണ് പാൽക്കുളമേട്. അപ്പോൾ നിങ്ങൾക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണ്. അടുത്ത ഒരു കിടക്കാഴ്ച ഓഫ് റോഡ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് ദീപക് സൈനിങ് ഔട്ട്. താങ്ക് യു. ബൈ.